കഥാപാത്രങ്ങൾ തമ്മിലുള്ളൊരു ആത്മസംഘർഷം ഭയങ്കരമാണ്. 3ലേക്ക് എത്തുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് നമ്മുടെ പ്രേക്ഷകർ, മലയാളികളോ ലോകത്തുള്ള മലയാളികൾ മൊത്തം. മറ്റ് വിവിധ ഭാഷകളിൽ പോകുന്നതുകൊണ്ട് വിവിധ അതർ ലാംഗ്വേജ് ഓൾസോ. ഇവരുടെ ഒരു പ്രതീക്ഷയെ നമ്മൾ 3 എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? അത് ദൃശ്യം 3 കണ്ടാലേ മനസ്സിലാവുള്ളൂ. 1ലും 2ലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു കാര്യം വന്ന് 3ൽ കണ്ടുപിടിക്കുന്നതല്ല ദൃശ്യം 3. ദൃശ്യം 3 വേറൊരു സംഗതിയാണ് പറയുന്നത്. നമുക്ക് പറയുന്നത് അങ്ങനെ ഈ സിനിമ അങ്ങനെ ഒരു പ്രതീക്ഷയോടും കാണാൻ പറ്റരുത്. കാര്യം അങ്ങനെ പ്രതീക്ഷിച്ച പോലെ ആയിരിക്കില്ലല്ലോ നടക്കുന്നത്. സിനിമയിൽ എപ്പോഴും ഞാൻ എങ്ങനെയുണ്ട് സിനിമ, ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല, പ്രതീക്ഷ പറ്റിയില്ലെന്ന് പറയും. അപ്പൊ അവരുടെ പ്രതീക്ഷ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രതീക്ഷ അനുസരിച്ച് സിനിമ എടുക്കാം. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിന്റെ മോളിൽ വരുമ്പോൾ ആ സിനിമ ഭയങ്കര സക്സസ്. പക്ഷെ ഈ സിനിമയിൽ എന്താ പ്രതീക്ഷിക്കുന്നത്? അങ്ങനെ എന്താണ് ജോർജ് കുട്ടി ഒരു ലോറി ഇടിച്ച് മരിച്ചുപോയി, ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ അയാളെ പോലീസ് പിടിച്ചോണ്ടുപോയി, അല്ലെങ്കിൽ കുത്തിക്കൊന്നു, അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജോർജ് കുട്ടി എന്ന് പറയുന്ന ആൾ എങ്ങനെ പെരുമാറുന്നത് ഞങ്ങൾക്കേ അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ പ്രേക്ഷകർക്ക് എങ്ങനെ അറിയുന്ന ഒരാൾ ഇവിടെ അദ്ദേഹത്തിന് അറിഞ്ഞൂടാ, പറഞ്ഞോട്ടെ. കുറച്ച് പറയാലോ. അല്ല, ഇത് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. 1 പോലെയായിരുന്നു 2 അല്ല, 1ഉം 2ഉം പോലെ അല്ല 3. 1നകത്ത് ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആ ഒരു റിഫ്ലക്സ് ഇതില് ഭാര്യ ഒരു കാര്യം ചെയ്തു വെച്ചു. ഭാര്യ സുരക്ഷിതമാക്കാൻ ഒരു കാര്യം ചെയ്തു. അതിലും അത്ര സുരക്ഷിതത്വത്തിൽ കുറവുണ്ടെന്ന് മനസ്സിലാക്കിയ ആ വ്യക്തി അവിടുന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ പല കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഒരിക്കലും ഇത് ഞങ്ങളിലേക്ക് വരരുത് എന്ന് കരുതി ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പരിപാടി അവിടെ ചെയ്തു വെച്ചു. അത് കഴിഞ്ഞിട്ട് 2ലേക്ക് വന്നപ്പോഴും ജോർജ് കുട്ടിയുടെ ക്യാരക്ടർ വെച്ചിട്ട് ജോർജ് കുട്ടി എന്നും വിശ്വസിക്കുന്ന കാര്യമുണ്ട്, എന്നെങ്കിലും പോലീസിലേക്ക് എത്തും. അങ്ങനെ എത്തിയാൽ അതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യണം എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള പ്രിപ്പറേഷനിലൂടെ പുള്ളി ഒരു ഡിഫെൻസീവ് സിസ്റ്റം, ഒരു ഡിഫൻസ് ടാക്ടിക്സ് വെച്ച് അങ്ങനെ ഇത് ചെയ്തു വെച്ചു. അതാണ് 2. 1ലും 2ലും ഒക്കെ ഒരു ശത്രുക്കൾ അറിയായിരുന്നു, പോലീസും അല്ല ഇവര്. ഇപ്പം പുള്ളിക്കൊരു ഫീലിംഗ് ആണ്, അയ്യോ അവര് വരുമോ ഇവര് വരുമോ ഒന്ന് എന്നൊരു ക്ലാരിറ്റി ഇല്ല. അപ്പൊ പതുക്കെ പിന്നെ ഇത്രയും നാളുകൊണ്ട് പ്രായത്തിലുള്ള വ്യത്യാസം വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും ആ പഴയ ആത്മധൈര്യത്തിനൊക്കെ ചിലപ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. അപ്പൊ പതുക്കെ ഇത് പുറത്തേക്ക് വരുന്നു. ഏത് ഫിയർ, ഇതും ഫാമിലിയെ കാണിക്കാൻ പറ്റത്തില്ല, അവര് അപ്സെറ്റ് ആവും. അപ്പൊ ഭയങ്കരമായ സ്ട്രഗിൾ ആണ്. 3 എന്ന് പറയുന്നത് ജോർജ് കുട്ടിയുടെ ഇമോഷൻസിലൂടെയും അയാളുടെ ഫിയറിലൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. അതാണ് 3. അതാ പറഞ്ഞത് 1ഉം 2ഉം പോലെ അല്ല 3. അപ്പൊ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ലാലേട്ടനെ ഇമോഷണലി മലയാളികൾ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നത് 3ലായിരിക്കും. കമ്പയർ ചെയ്യുമ്പോൾ അവര് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.